ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ചാന്ദ്രദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഏപ്രിൽ 25 അന്തരിച്ച മുൻ ISRO ചെയർമാൻ ആര്? ആൻസർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. 1940 അദ്ദേഹം ജനിച്ചത്. 1994 മുതൽ 2003 വരെയായിരുന്നു ISROയുടെ ചെയർമാനായിരുന്നത്. ഇന്ത്യയുടെ പരീക്ഷണാത്മകമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര. ഭാസ്കര 1, ഭാസ്കര 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? കസ്തൂരിരംഗൻ. കൃഷ്ണസ്വാമി കസ്തൂരിരംഗന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം 2025 മരിച്ചിട്ടുള്ളത്. ഇത് ആനുകാലിക വിവരങ്ങളായതുകൊണ്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പുരസ്കാരങ്ങളൊക്കെ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഹൈസ്കൂൾ ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 1983. പത്മശ്രീ ലഭിച്ചത് 1982. പത്മഭൂഷൺ 1992. പത്മവിഭൂഷൺ 2000. കസ്തൂരിരംഗൻ കമ്മീഷൻ ചെയർമാനായ റിപ്പോർട്ടുകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ കമ്മീഷൻ, പശ്ചിമഘട്ട കമ്മീഷൻ. 2025 ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ച രാജ്യമേത്? ചൈന. ചൈനയുടെ ബഹിരാകാശ നിലയത്തിൻ്റെ പേരെന്ത്? ടിയാങ്കോ. ഞായർ എന്നറിയപ്പെടുന്ന ഗോളമേത്? സൂര്യൻ. സൂര്യൻ്റെ പുറമേയുള്ള പാളിയുടെ പേരെന്ത്? കൊറോണ. സ്വസ്തി ഹേ സൂര്യ ദേ സ്വസ്തി, മറ്റുള്ളവർക്കായി കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയെ സൂര്യ. ഇത് ആരുടെ വരികൾ? ONV കുറുപ്പ്. സൂര്യനെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തിയ ആദ്യ ദൗത്യമേത്? യൂലിസസ്. 1990 ഒക്ടോബർ 6 അമേരിക്കക്കാരാണ് നടത്തിയത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത? കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെ? കർണാൽ, ഹരിയാനയിലാണ്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്താണ്? ഗഗൻയാൻ. പ്ലൂട്ടോയെ ഒരു ഗ്രഹമല്ല എന്ന് പ്രഖ്യാപിച്ചതെന്ന്? 2006. 8 ഗ്രഹങ്ങളാണുള്ളത് അല്ലേ? അതൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നൽകാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഏത് വാഹനമാണ്? അപ്പോളോ 15. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമേത്? ജപ്പാൻ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? ആൻസർ 8 മിനിറ്റ്. 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകമേത്? ആൻസർ കോസ്മോസ് 482. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. അദ്ദേഹം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല, ഇപ്പോഴും ISSലാണ് അല്ലേ. ഇനി ജൂലൈ 10 അവർ മടങ്ങുന്നത് കേട്ടോ. 14 ദിവസത്തിനല്ലേ അവർ പോയിട്ടുള്ളത്. അവിടെ കുറേ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, വയനാട്ടിൽ നിന്നുള്ള വെണ്ട, പയർ, അതിൻ്റെ വിത്തിനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊക്കെ അടുത്ത ക്ലാസ് നൽകാം കേട്ടോ. വീഡിയോ ലോങ് ആയാലും മക്കൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. ഒന്നിന് തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ് നൽകാം. അതുപോലെ ISS എന്താണെന്ന് അറിയാത്ത മക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ ഗ്രൂപ്പിലൊന്ന് വോയിസ് വിടാം കേട്ടോ. എല്ലാവരും ഗ്രൂപ്പിലൊന്ന് GK ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ പഠന കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നൽകുക എന്നുള്ള ഉദ്ദേശമാണ്. നമുക്ക് വിവരണങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാം കേട്ടോ. ISSൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്ത്? ആൻസർ വ്യോമമിത്ര. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അല്ലേ. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു ബഹിരാകാശ നിലയൊക്കെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര്? കറുത്ത വാവ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? സ്പുട്നിക്. ബഹിരാകാശ യാത്രികർ പോകുവാനും തിരികെ വരുവാനും ഉപയോഗിക്കുന്ന വാഹനമേത്? സ്പേസ് ഷട്ടിൽ.
വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. നേരത്തെ പറഞ്ഞില്ലേ തുമ്പനെ, അതിൻ്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് കേട്ടോ. ചന്ദ്രോപരിതലത്തിൽ താഴ്ചയുള്ള നിരപ്പായ പ്രദേശങ്ങൾക്ക് പറയുന്ന പേര് മരിയ. ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അറിയപ്പെടുന്നത് ലീബിനിറ്റ്സ്. ഒരു മാസത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രൻ അറിയപ്പെടുന്നത് ആൻസർ ബ്ലൂ മൂൺ. ചന്ദ്രയാൻ 1 നിന്ന് ദേശീയ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നെയ്ക്ക് അപ്പാച്ചെ. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഓഷ്യൻ സാറ്റ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട. ഭൂപടങ്ങൾ തയ്യാറാക്കാനുള്ള ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം ഏത്? കാർട്ടോസാറ്റ്. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്ക വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ കൽപ്പന ചൗളയെ. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത്? മെറ്റ്സാറ്റ്. ബഹിരാകാശത്ത് പോയ പ്രായം കൂടിയ വ്യക്തി ആര്? ജോൺ ഗ്ലൈൻ. റോബോട്ടിക് വാഹനവുമായി ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ പേടകമേത്? ചാങ് 3. ചാങ് 3യിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര്? ആൻസർ U2. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? 3ാമത്തെ. ചാങ് 3 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്? മഴനിഴൽ പ്രദേശം. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ 2013 നാസ വിക്ഷേപിച്ച പേടകമേത്? ലാഡി. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പറയുന്ന പേരെന്ത്? ആൻസർ തായ്ക്കൊനട്ട്. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേര്? സൂപ്പർനോവ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? രോഹിണി. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹങ്ങളായ ആര്യഭട്ട, ഭാസ്കര ഇതൊന്നും ഇന്ത്യയിൽ നിന്നല്ല കേട്ടോ വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് രോഹിണി. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാര്? അരിസ്റ്റോട്ടിൽ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതേത്? ഒളിമ്പസ് മോൺ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ആര്യഭട്ട. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത്? മംഗൾയാൻ. ഇതിൻ്റെ ഫുൾ നെയിം മാർസ് ഓർബിറ്റർ മിഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹദൗത്യമാണ് കേട്ടോ അത്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ആദിത്യ L1. ഇത് വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്നതിനെ പറയുന്ന പേരെന്ത്? സൂപ്പർ മൂൺ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? വി നാരായണൻ. ഇത് ഈ വർഷം LSSന് ചോദിച്ച ചോദ്യമാണ് അല്ലേ. LSS GKൻ്റെ 10 ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു. അതുപോലെ ഈ വർഷവും LSS ക്ലാസ്സുകളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും, അതായത് അക്ഷരമുറ്റം, CH പ്രതിഭ തുടങ്ങിയ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ്സുകൾ നൽകാനും പത്ര കട്ടിങ്സ് നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മക്കളൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോസ് നൽകുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ.